ഹലോ, എല്ലാവർക്കും നമ്മുടെ ആർയൻ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, ഇത് വിഷുവിൻ്റെ അന്നുള്ള വീഡിയോ ആണ്. രാവിലെ അച്ഛനും അമ്മയൊക്കെ വന്ന് വിഷു കൈനീട്ടം കൊടുക്കണ ഒരു ഭാഗമൊക്കെ ഉണ്ടോ. അപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ആദ്യം ദേശേട്ടൻ തന്നെയാണ് കൊടുത്തത്, അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ വീഡിയോ. അത് കഴിഞ്ഞത് മൊത്തം വാങ്ങിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു രജിച്ചേട്ടൻ. എനിക്ക് ഇപ്പോഴും അത് ചിരി വരുന്നു കേട്ടോ ഓർക്കുമ്പോൾ. ഇങ്ങനെ ഒരു ദേശേട്ടൻ്റെ ഒരു പുള്ള കളിയായിരുന്നു ആ സമയത്തൊക്കെ. ചെറിയ കുട്ടികളുടെ പോലെ അച്ഛനും മോനും കൂടി ഉള്ള ആ ഒരു രംഗമൊക്കെ രസമായിരുന്നു. ഇതൊക്കെ ഒരു ഭയങ്കര മെമ്മറി ആട്ടോ. ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഇതൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അത് ആ ഭാഗമൊന്നും എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ആ ഭാഗമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ അച്ഛൻ്റെ വിഷുക്കൈനീട്ടം വാങ്ങിച്ച അനുഗ്രഹമൊക്കെ വാങ്ങിക്കണം കേട്ടോ. സങ്കടം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ എനിക്ക് തോന്നുന്ന പെൺകുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേകത തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും വിഷുക്കൈനീട്ടം അച്ചാച്ചൻ കൊടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു വിഷുവായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. നല്ല ഒരു കോമഡിയും വിഷുക്കൈനീട്ടം കിട്ടുന്ന ആ സമയങ്ങളിലുള്ള ആ ഒരു സന്തോഷം ഒക്കെ രസമായിരുന്നു. ഈ ബാക്കി എല്ലാ വർഷവും കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. പിന്നെ കുട്ടികൾക്കും ഇതൊക്കെ കണ്ട് സന്തോഷിക്കാമല്ലോ. അവർ വളർന്നു വരുമ്പോഴും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അച്ചാച്ചനും അമ്മമ്മയുടെയും ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വീഡിയോസൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഏറ്റവും വലിയത് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ വേറെ വീഡിയോസ് എടുത്ത് വെച്ചാൽ പോലും നമ്മളിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് കാണില്ല. ഇതിങ്ങനെ ഇടയ്ക്ക് കുറേ നാളത്തെ വീണ്ടും എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ നല്ല രസമായിരുന്നു ആ ഒരു സന്തോഷം. പിന്നെ വേറെ എന്താ, എല്ലാവരും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം, ഇതൊക്കെ ആഗ്രഹിക്കാം അല്ലേ. ഇതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. എല്ലാ വർഷവും എപ്പോഴും ഒരേപോലെ ആവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ കിട്ടണ ആ നിമിഷങ്ങളൊക്കെ നമുക്ക് എന്നും കിട്ടണ സന്തോഷങ്ങളൊക്കെ എപ്പോഴും നന്നായിട്ട് തന്നെ സന്തോഷിക്കുക. അല്ലാതെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരുപാട് സന്തോഷിച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നെയും ദുഃഖിക്കേണ്ടി വരുന്നല്ലോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. സന്തോഷവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. സന്തോഷം കിട്ടുമ്പോൾ ശരിക്കും മനസ്സറിഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ ഇതുള്ളൂ കേട്ടോ ഇന്നലത്തെ വീഡിയോ ആയിട്ട് വന്നതാണ്. ഓക്കെ, ബൈ.